കള്ളൻ പിടിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. ആ ഫയലുകളൊക്കെ അവിടെ നിന്ന് മാറ്റപ്പെടുന്നത് ഞാൻ കണ്ടു. അവൻ വിമർശിക്കപ്പെടുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെയൊക്കെ പറയില്ലേ? അപ്പോൾ ആരാണ് വിമർശിച്ചത് എന്ന് പറയുന്നില്ല, കള്ളനെ ആരാണ് പിടിച്ചത് എന്ന് പറയുന്നില്ല, ആ ഫയലുകൾ അവിടെ നിന്ന് മാറ്റിയത് ആരാണെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഞാൻ കണ്ടു അല്ലെങ്കിൽ ഞാൻ കേട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആ ചെയ്യുന്ന ആളെ പറ്റി പറയുന്നില്ല. അതിന് അവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല എങ്കിൽ ആ ഒരു ആക്ഷന് മാത്രമാണ് ഇമ്പോർട്ടൻസ്. ഫയലുകൾ മാറ്റുക എന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നു, കള്ളനെ പിടിക്കുക എന്നൊരു പ്രവൃത്തി അവിടെ നടക്കുന്നു. അപ്പോൾ ആ ആക്ഷന് മാത്രമാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ഒരു പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളാണ്. മാത്രമല്ല ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു എന്നാണ്. അതായത് തുടർച്ചയായി നടന്ന ഒരു ആക്ഷനാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂവസ് ടെൻസ് കൂടിയാണ്. അപ്പോൾ പാസീവ് ഫോമാണ്, കണ്ടിന്യൂവസ് ടെൻസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസീവ് കണ്ടിന്യൂവസ് ടെൻസിലുള്ള സെൻറ്റൻസുകളാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രക്ചർ ബീയിങ് പ്ലസ് V3 ആണ്. ബീയിങ് പ്ലസ് V3. ഇത് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു ഗ്രാമർ ലെസണാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. കുട്ടികളെ ഉള്ളിലേക്ക് വിളിക്കുന്നത് ഞാൻ കേട്ടു എന്നാണ് പറയേണ്ടത്. കുട്ടികളെ ഉള്ളിലേക്ക് വിളിക്കുക. അപ്പോൾ കുട്ടികൾ വിളിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിളിക്കപ്പെടുക എന്നൊന്നും മലയാളത്തിൽ പറയില്ല, കുട്ടികളെ വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണെന്ന് പറയുന്നില്ല, അത് ഞാൻ കേട്ടു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഐ ഹേർഡ്, എന്താണ് കേട്ടത്? ഐ ഹേർഡ് ദ ചിൽഡ്രൻ ബീയിങ് കോൾഡ് ഇൻസൈഡ്. നോക്കൂ, ഐ ഹേർഡ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് ദ ചിൽഡ്രൻ. അപ്പോൾ ആരെയാണ് വിളിച്ചത്? അപ്പോൾ ആ ഒരു ആക്ഷൻ്റെ ഫലം അനുഭവിക്കുന്നത് കുട്ടികളാണ്. അപ്പോൾ ഐ ഹേർഡ് ദ ചിൽഡ്രൻ ബീയിങ് കോൾഡ് ഇൻസൈഡ്. നോക്കൂ, കോൾഡ് എന്നത് കോൾ എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അപ്പോൾ ബീയിങ് കോൾഡ് എന്ന അത് കണ്ടിന്യൂവസ് ടെൻസ് ആയതുകൊണ്ടാണ് ബീയിങ് ഉപയോഗിക്കുന്നത്. ഹിയർ, സീ, വാച്ച്, നോട്ടീസ് എന്നൊക്കെ പറയുന്നത് സെൻസ് വേർബ്സ് എന്ന് പറയാറുണ്ട്. നമ്മൾ കാണുക, കേൾക്കുക ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേർബ്സ് ഓഫ് പെർസെപ്ഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇത്തരം വേർബുകളോട് ചേർന്ന് വരുന്ന പാസീവ് ഫോം കൺസ്ട്രക്ഷനിലുള്ള ആ പാസീവ് ഫോമിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ വീട് പെയിൻറ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കണ്ടു, ഐ സോ. എന്താണ് പെയിൻറ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്? വീടാണ്. ഐ സോ ദ ഹൗസ്. ഹൗസിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബീയിങ് പെയിൻറ്റഡ്. അത് പെയിൻറ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീയിങ് പെയിൻറ്റഡ്. പെയിൻറ്റ് എന്നതിൻ്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പെയിൻറ്റഡ്. ഐ സോ ദ ഹൗസ് ബീയിങ് പെയിൻറ്റഡ്. ഞാൻ വിൻഡോ പെയിൻറ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണ്ടു എന്നാണെങ്കിൽ ഐ സോ ദ വിൻഡോ ബീയിങ് പെയിൻറ്റഡ്. ഐ വാച്ച്ഡ് ദ വിൻഡോസ് ബീയിങ് പെയിൻറ്റഡ്. ഞാനത് വാച്ച് ചെയ്തു. കള്ളൻ പിടിക്കപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ വി സോ ദ തീഫ് ബീയിങ് കോട്ട് ബൈ പോലീസ്. അപ്പോൾ വി സോ. ഇനി ഈ വി സോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടു എന്നല്ലേ. ഇനി അങ്ങനെ അതല്ലാതെ വി വിൽ സീ എന്ന് പറയാം. അവിടെ ഏത് ടെൻസ് വേണമെങ്കിലും ആ ഒരു ഭാഗത്ത് ഉപയോഗിക്കാം. വി വിൽ സീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണും എന്നായി. കള്ളൻ പിടിക്കപ്പെടുന്നത് ഞങ്ങൾ കാണും എന്നാണ് പറയേണ്ടതെന്ന് കരുതുക. അപ്പോൾ എന്തു പറയും? വി വിൽ സീ അല്ലെങ്കിൽ വി വിൽ വാച്ച്. അപ്പോൾ വി വിൽ സീ ദ തീഫ് ബീയിങ് കോട്ട്. അവിടെ ഒരു വ്യത്യാസവും വരുത്തേണ്ട കാര്യമില്ല. കള്ളൻ പിടിക്കപ്പെടുന്നത് ഞങ്ങൾ കാണും എന്നാണ്. ഓഫീസിൽ നിന്ന് ഫയൽസൊക്കെ മാറ്റപ്പെടുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നോട്ടീസ് ചെയ്തു. അപ്പോൾ എന്താ പറയേണ്ടത്? ഞങ്ങൾ നോട്ടീസ് ചെയ്തു. വി നോട്ടീസ്ഡ്. എന്താണ് നോട്ടീസ് ചെയ്തത്? ദ ഫയൽസ്. വി നോട്ടീസ്ഡ് ദ ഫയൽസ്. ഫയൽസിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അവിടെ നിന്ന് മാറ്റപ്പെടുന്നു. ഫ്രം ദ ഓഫീസിൽ നിന്ന് മാറ്റപ്പെടുന്നു. അപ്പോൾ വി നോട്ടീസ്ഡ് ദ ഫയൽസ് ബീയിങ് മൂവ്ഡ് ഫ്രം ദ ഓഫീസ്. ഏത് ടെൻസ് വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. ഒരു എക്സാമ്പിൾ നോക്കൂ. നാളെയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. നാളെ റിസൾട്ട്സ് അനൗൺസ് ചെയ്യപ്പെടുന്നത് ഞങ്ങൾ കേൾക്കും എന്നാണ് വേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്? വി വിൽ ഹിയർ
ദ റിസൾട്ട്സ് ബീയിങ് അനൗൺസ്ഡ് ടുമാറോ. നാളെ റിസൾട്ട്സ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ആരാണ് പ്രഖ്യാപിക്കുന്നതെന്ന് പറയുന്നില്ല. അപ്പോൾ റിസൾട്ട്സ് പ്രഖ്യാപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യപ്പെടുന്നത്. റിസൾട്ട്സ് അനൗൺസ് ചെയ്യപ്പെടുന്നത് നാളെ ഞങ്ങൾ കേൾക്കും. വി വിൽ ഹിയർ ദ റിസൾട്ട്സ് ബീയിങ് അനൗൺസ്ഡ് ടുമാറോ. ഇനി റിസൾട്ട്സ് അനൗൺസ് ചെയ്യപ്പെട്ടത് ഞങ്ങൾ കേട്ടു എന്നായിരുന്നെങ്കിൽ വി ഹേർഡ് ദ റിസൾട്ട്സ് ബീയിങ് അനൗൺസ്ഡ്. കഴിഞ്ഞ ആഴ്ച ആ ഒരു പുതിയ ബ്രിഡ്ജ് പണി കഴിക്കപ്പെടുന്നത് ഞങ്ങൾ കണ്ടു. വി സോ ദ ന്യൂ ബ്രിഡ്ജ് ബീയിങ് ബിൽറ്റ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ വി സോ അവിടെ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ കണ്ടു ആ ഒരു ഭാഗം മാത്രം ചേഞ്ച് വരുത്താം. ഏത് ടെൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ മീറ്റിങ്ങിൽ അവഗണിക്കപ്പെടുന്നത് അവൾ നോട്ടീസ് ചെയ്തു. അവളാണ് നോട്ടീസ് ചെയ്തത്. അപ്പോൾ ഷീ നോട്ടീസ്ഡ്. ആരെയാണ് നോട്ടീസ് ചെയ്തത്? ഷീ നോട്ടീസ്ഡ് മീ. ബീയിങ് ഇഗ്നോർഡ് അറ്റ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ എന്നെ ഞാൻ അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം അവൾ നോട്ടീസ് ചെയ്തു എന്നാണ്. ഷീ നോട്ടീസ്ഡ് മീ ബീയിങ് ഇഗ്നോർഡ് അറ്റ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ ഞാൻ അവഗണിക്കപ്പെടുന്നത് എൻ്റെ ഫ്രണ്ട്സ് നോട്ടീസ് ചെയ്യാറുണ്ട്. മൈ ഫ്രണ്ട്സ് നോട്ടീസ് മീ ബീയിങ് ഇഗ്നോർഡ് അറ്റ് ദ മീറ്റിംഗ്. കണ്ടില്ലേ, അവിടെ ഏത് ടെൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക് അവാർഡ്സൊക്കെ കൊടുക്കുന്നത്, അവാർഡ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണും. വി വിൽ സീ ദ അവാർഡ്സ് ബീയിങ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് 5 PM. ദ അവാർഡ്സ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ്, വിതരണം ചെയ്യപ്പെടുന്നത്. അത് അറ്റ് 5 PM ആണ്. അത് വരാനിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വി വിൽ സീ. ഇനി ഇത് തന്നെ ക്വസ്റ്റ്യൻ ഫോമിലും നമുക്ക് ചോദിക്കാം. അവിടെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റപ്പെടുന്നത് നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഡിഡ് യു സീ ദ ട്രീസ് ബീയിങ് കട്ട് ഡൗൺ? കട്ട് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കട്ട് തന്നെയാണ്. അപ്പോൾ ബീയിങ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് കട്ട്, ബീയിങ് കട്ട്. കിച്ചണിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവൻ നോട്ടീസ് ചെയ്തു. അവൻ നോട്ടീസ് ചെയ്തു. ഹീ നോട്ടീസ്ഡ്. എന്താണ് നോട്ടീസ് ചെയ്തത്? ദ ഫുഡ് ബീയിങ് പ്രിപ്പയർഡ് ഇൻ ദ കിച്ചൺ. ഈ റൂൾസൊക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്യും എന്നാണ്. യു വിൽ നോട്ടീസ് ദ റൂൾസ് ബീയിങ് ചേഞ്ച്ഡ് സൂൺ. ഒരു അപരിചിതൻ കുട്ടിയെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ നോട്ടീസ് ചെയ്തു. വി നോട്ടീസ്ഡ് എ ചൈൽഡ് ബീയിങ് ക്യാരീഡ് അവേ ബൈ എ സ്ട്രേഞ്ചർ. ബീയിങ് ക്യാരീഡ് അവേ ബൈ എ സ്ട്രേഞ്ചർ. അവൾ പ്രശംസിക്കപ്പെടുന്നത് ഞാൻ കേട്ടു. ഐ ഹേർഡ് ഹർ ബീയിങ് പ്രേസ്ഡ് ബൈ ദ ടീച്ചർ. വേണമെങ്കിൽ നമുക്ക് ബൈ ദ ടീച്ചർ, ടീച്ചറിനാൽ, ടീച്ചറാണത് ചെയ്തത് എന്നുകൂടി നമുക്ക് ബൈ ഉപയോഗിച്ചുകൊണ്ട് പറയാം. അതിൻ്റെ ആവശ്യമില്ല. ബീയിങ് പ്രേസ്ഡ്, പുകഴ്ത്തപ്പെടുന്നത്, പ്രേസ് ചെയ്യപ്പെടുന്നത് ഞാൻ കേട്ടു. ഐ ഹേർഡ് ഹർ. ഐ ഹേർഡ് ഹർ എന്ന് പറയുമ്പോൾ അവൾ പ്രേസ് ചെയ്യപ്പെടുന്നത് എന്നാണ് മീനിങ്. ഇനി വേറൊരു സെൻറ്റൻസ്. ഡോഗ് ചേസ് ചെയ്യപ്പെടുന്നത്. ഡോഗിൻ്റെ പിറകെ കുട്ടികൾ ഓടുന്നത്. ഡോഗ് കുട്ടികളാൽ ചേസ് ചെയ്യപ്പെടുന്നത് ഞാൻ നോക്കുകയാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയേണ്ടത്? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ ആം വാച്ചിങ്. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ദ ഡോഗ് ബീയിങ് ചേസ്ഡ് ബൈ ദ കിഡ്സ്. കുട്ടികളാണ് ഡോഗിൻ്റെ പുറകെ ഓടുന്നത്. അപ്പോൾ ദ ഡോഗ് ബീയിങ് ചേസ്ഡ് ബൈ ദ കിഡ്സ് ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. മെയിൻ വേർബിൽ അവിടെ ഏത് ടെൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് വരുന്നത് ഓബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ബീയിങ് പ്ലസ് V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ അതാണ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പോരുമ്പോൾ ലൈറ്റുകളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുന്നത് ഞാൻ നോട്ടീസ് ചെയ്തു.
അതായത് ഞാൻ പോരുമ്പോൾ, ഞാനിപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ലൈറ്റുകളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്തു എന്നാണ് പറയേണ്ടത്. ഐ നോട്ടീസ്ഡ് ദ ലൈറ്റ്സ് ബീയിങ് സ്വിച്ച്ഡ് ഓഫ് വെൻ ഐ ലെഫ്റ്റ്. അവൻ്റെ ബൈക്ക് എൻ്റെ വീടിൻ്റെ വെളിയിൽ പാർക്ക് ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടുപിടിച്ചു. ഐ ഫൗണ്ട്. എന്താണ് കണ്ടുപിടിച്ചത്? ഐ ഫൗണ്ട് ഹിസ് ബൈക്ക് ബീയിങ് പാർക്ക്ഡ് ഔട്ട്സൈഡ് മൈ ഹൗസ്. ഇനി ഒരു സെൻറ്റൻസ് ഞാൻ പറയാം, അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കമൻറ്റ് ബോക്സിൽ എഴുതണം. എല്ലാ രാത്രിയിലും മ്യൂസിക് പ്ലേ ചെയ്യപ്പെടുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ കേൾക്കാറുണ്ട് എന്നാണ്.